മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് സംരക്ഷണ സമരം നടത്തി. കെപിസിസിയുടെ ആഹ്വാന പ്രകാരമാണ് സമരം സംഘടിപ്പിച്ചത്. ചേർപ്പ് തായംകുളങ്ങരയിൽ നടന്ന സമരം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നോക്കിയാൽ ഇന്ന് 1000 രൂപയാണ് സാധാരണഗതിയിൽ. അതിഥി തൊഴിലാളികളാണെങ്കിലും നമ്മുടെ നാട്ടിൽ ജോലിക്ക് എടുക്കുന്ന ആളുകളാണെങ്കിലും 1000 രൂപയാണ്. ഇനി സ്കിൽ വർക്കേഴ്സ് ആണെങ്കിൽ 1200 മേലെ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളിൽ വന്നു ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേരളത്തിൽ കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് 369 രൂപയാണ് ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് പോയാൽ 341 ഇത് കർണാടകയിൽ ചെന്നാലും 350 രൂപയാണ്. ഇനി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ ചെന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 262 രൂപയാണ്. ഒരു മാറ്റവുമില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ തൊഴിൽ ദിനങ്ങൾക്കുള്ള ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് 291 രൂപയിൽ ഉണ്ടാകുന്ന പദ്ധതിയിൽ ഏകദേശം 100 ദിനങ്ങൾ തൊഴിലെടുത്താൽ ഒരു വർഷത്തിൽ അവർക്ക് 29,000 രൂപ അക്കൗണ്ടിൽ വന്നിരുന്ന ഒരു പദ്ധതി തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെയാണ് പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നിയത് എന്നുള്ളതാണ്. ഇവിടെ പൊതുപ്പ് മുമ്പിലും വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ അടുത്ത് ചില ഇടതുപക്ഷക്കാർ എല്ലാ കാലത്തും കാച്ചുന്ന ഒരു ഡയലോഗുണ്ട്. ഞങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയും. ഇവിടെ 1977 മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സർക്കാർ വന്ന സമയത്ത് അവർക്ക് ഒരു മന്ത്രി അവരുടെ ജില്ലയിൽ തുടങ്ങിയ പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് ഇടതുപക്ഷക്കാരനോട് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയും അന്ന് UPA ഗവൺമെന്റ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിന് ചെറിയ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഒരു പേരാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ 25 തൊഴിൽ ദിനങ്ങൾ നല്ലത് തന്നെ. പക്ഷേ എല്ലാ സ്റ്റേറ്റുകളെയും പ്രത്യേകിച്ച് കേരളത്തിന് ഇവിടെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. മറ്റത് പരിപൂർണമായും കേന്ദ്ര ഗവൺമെന്റാണ് തൊഴിലുറപ്പിന്റെ എല്ലാ കൂലിയും കൊടുത്തിരുന്നത്. ഇന്ന് 125 ദിനങ്ങളാക്കി മാറ്റുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ട പണത്തിന്റെ 40% സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീല ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ബ്ലോക്ക് അംഗങ്ങളായ അഡ്വക്കേറ്റ് ലീന ജോസ്, സിനി പ്രദീപ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, പഞ്ചായത്ത് അംഗങ്ങളായ M സുജിത് കുമാർ, ക്രിസ്റ്റീന, ബൈജു സെന്റ് ജോൺ, ലോഹിതാക്ഷൻ, ജയശ്രീ ഷാജൻ, ബീന ഉണ്ണികൃഷ്ണൻ, LVM ദേവസി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഭരതൻ, ആയിച്ചിൽ രാധാകൃഷ്ണൻ, അബൂബക്കർ, ഉണ്ണികൃഷ്ണൻ, വിനോദ്, ഷാജി, ആദം എന്നിവർ സംസാരിച്ചു.